കോലം തുള്ളൽ ചെയ്യുമ്പോൾ ഈ കോലം തുള്ളൽ നടത്തുന്ന ആള് കുറേയേറെ ഈ ക്ഷേത്രാധിഷ്ഠിതമായ കലയായി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരി പണ്ട് കുടുംബങ്ങളിൽ അവിടുത്തെ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന പ്രാകൃത ഭാവങ്ങളെ കളയാൻ വേണ്ടി ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് നീറ്ററുകൾ, ആറുകൾ, ഈ അറിവുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ബാധ വന്നിട്ട് ഭ്രാന്തുമൊക്കെ കാണിക്കുന്നു പലതരത്തിലാണ് ഇതിനെ ഒഴിപ്പിക്കാൻ. ചില മൗനിയായി പോകും. അപ്പൊ അതിനെ മാറ്റാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോഴവിടെ ഈ ഏത് ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ദോഷമായി നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അതിന് പ്രത്യേക മന്ത്രം ജപിച്ചുകൊണ്ട് ആ വേദിയിൽ കളത്തിന്റെ മുമ്പിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കുറെയൊക്കെ മാഞ്ഞിട്ടുണ്ട്. ഞാനതിനകത്ത് കുറേയേറെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ പൂക്കുലയും കൊണ്ട് വ്യക്തിയെ അവിടെ ഇരുത്തും, ഈ ബാധിതനെ അല്ലെ ബാധിച്ച ആളിനെ അവിടെ ഇരുത്തിയിട്ട് അവരിത് തുടച്ചു നീങ്ങുന്ന ഒരു പദ്ധതിയുണ്ട്. ഇപ്പൊ കോലം തുള്ളൽ നമ്മൾ ക്ഷേത്രാധിഷ്ഠിതമായി നോക്കുമ്പോൾ കുറച്ചു പേര് അത് എടുത്ത് അങ്ങനെ പോകുന്ന ഒരു രീതിയാണെങ്കിൽ, മറ്റേത് ഇത് നിൽക്കുമ്പോൾ ഈ വ്യക്തിയെ അവിടെ ഇരുത്തും. അപ്പൊ അവരിൽ നിന്ന് ഇതിനെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഇപ്പൊ മുടിയഴിച്ചാടുക, അതിനകത്തിരുന്ന് നമ്മൾ എന്തെല്ലാമാണോ നമ്മുടെ ദേഹത്തുള്ള ബാധ അത് നമുക്ക് പോകും. ഇപ്പോൾ ഈ സർപ്പയക്ഷിയുടെ ബാധയാണ്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും, ഒരുപാട് മാരണ ഗുളികൻ ഇങ്ങനെയൊക്കെയുള്ളത് പറയും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ദേഹത്ത് വന്നിരിക്കുന്നതിനെ ഇത് മാറ്റുന്നതിന് ഉള്ള ആ പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഭാവപ്രകടനങ്ങളെല്ലാം എന്നേക്കുമായിട്ട് അവരുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് തൂത്ത് കളഞ്ഞാൽ പിന്നെ അവിടെ ആ ദേവതയെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായങ്ങളൊന്നും ഇല്ല. ആ കളവും പോയി, ആ പന്തലും അഴിച്ചു, അതെല്ലാം തീർന്നു. പിന്നെ അവിടെ വെച്ചത് ഇപ്പം ദേവപ്രശ്നത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അല്ലാതെ അവിടെ കൊണ്ടുവന്ന് ഇതിനെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു പരിപാടി കൂടുതലായിട്ട് വരുന്നത്. വീടുകളിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.